ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഒരു മലയാള സിനിമ റിലീസ് ചെയ്തു. ആ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരാളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളോട് നമ്മൾ സോറി പറയും. ആ സോറി പറയുമ്പോൾ നമ്മൾ സോറി പറഞ്ഞ ആൾക്ക് എത്രത്തോളം ആശ്വാസമാവുന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് സോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. ഈ സിനിമയുടെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അക്ഷയ് ചന്ദ്രശോഭ അശോക് ആണ്. പിന്നെ സീമ ദേവരാജും അബ്സല്യൂട്ട് റായറ്റും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. 60ഓളം പുതുമുഖങ്ങളാണ് ഈ സിനിമയുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആരോമൽ ദേവരാജ്, അഷ്കർ അലി, രചന ബിജു, അമൽ കെ ഉദയ്, അശ്വിൻ മോഹൻ, ഫിജോ ഫിലിപ്പ്, അമൽ ജോൺ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ്. വളരെ വലിയൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ സിനിമ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സൈക്കോളജി ഒരു സൈക്കോ ത്രില്ലർ ആണോ എന്നുള്ളത് നമുക്ക് വിചാരിക്കും. പക്ഷെ പിന്നെ അവിടെ എത്തുന്ന സമയത്ത് ഒരു ഫാന്റസി രൂപത്തിലേക്കും സിനിമ പോകുന്നുണ്ട്. ശരിക്കും പറയാണെങ്കിൽ ഒരു പക്ക ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്തുന്ന സിനിമയാണ്. പക്ക ആർട്ട് മൂവി കൂടിയാണ്. വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. 1 മണിക്കൂർ 21 മിനിറ്റ് ആണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ലോ ബഡ്ജറ്റ് മൂവിയാണ്. അതിൻ്റെതായ പ്രൊഡക്ഷൻ ക്വാളിറ്റി, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ പോരായ്മകളൊക്കെ സിനിമയ്ക്കുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സിനിമയുടെ അവർ കാണിച്ച പ്ലോട്ട്, അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് വളരെ നീറ്റായിട്ട് തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നായകൻ ഇതിൽ ആരോമൽ ദേവരാജ് ആണെന്ന് നായകനായിട്ട് വന്ന അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ സൂപ്പറായിരുന്നു തന്നെ പറയാം. കിടിലൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മ്യൂസിക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്പോട്ട് ഡബിങ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചില ഡയലോഗ്സ് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. വേറെ സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ഡയലോഗ്സ് ഒന്നും വലിയ രീതിയിൽ മനസ്സിലാകാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളതാണ്. ആകെ 1 മണിക്കൂർ 21 മിനിറ്റ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. അത് തന്നെ സിനിമ കാണാൻ ഒരു പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. സാറ് പറയാമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള സിനിമകളൊന്നും ഞാനങ്ങനെ കാണാനിരിക്കാറില്ല. വലിയ താല്പര്യമില്ലാത്ത സംഭവമാണ് സ്ലോ പേസ് ആയിട്ട് പോകുന്ന സിനിമകളൊക്കെ. പക്ഷെ ഒരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ സിനിമ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയ സമയത്ത് ഒരു വെറൈറ്റി സംഭവം തോന്നിയതുകൊണ്ട് ഇരുന്ന് കണ്ടതാണ്. പിന്നെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരു സിനിമയുടെ പ്ലോട്ടായിരുന്നു സിനിമയുടെ ആ ഒരു നന്നായി തോന്നിയിട്ടുള്ളത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ നേരിടുന്ന കുറെ ഹരാസ്മെന്റ് ഉണ്ട്. ബോഡി ഷേപ്പിംഗ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഹരാസ്മെന്റ് ഉണ്ട്. എല്ലാവരും ഒന്നും അത് വലിയൊരു പ്രശ്നം, വലിയൊരു രീതിയിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും വരില്ല. പക്ഷെ ചിലവർക്ക് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത്, ആ ലൈഫിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സോറി ആ ഒരു വാക്ക് എത്രത്തോളം നമുക്ക് ആശ്വാസമാവുന്നുള്ളത് ഈ സിനിമയിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ സിനിമ ഇത് സൈക്കോളജിക്കൽ ത്രില്ലറാണോ അല്ലെങ്കിൽ ഒരു സൈക്കോ മൂഡിൽ പോകുന്ന ഒരു സംഭവമാണോ? പിന്നെ ഒരു ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ഒരു ഫാന്റസി മൂഡിലേക്ക് സിനിമ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും കൂടി സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു സ്ക്രീൻ റേഷ്യോ മാറുന്ന ഒരു സംഭവമുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ സ്ക്രീൻ റേഷ്യോ ചേഞ്ച് ആവുന്നുണ്ട്, വൈഡായി വരുന്നുണ്ട്. അതൊക്കെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കഴിഞ്ഞതിന് ശേഷം സാധാ സ്റ്റാർട്ട് ചെയ്ത അവരുടെ ഒരു റേഷ്യോയിലേക്ക് സിനിമയുടെ അവരിത് പോകുന്നുണ്ട്. അതൊക്കെ ഒരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. ഇതിനോടൊപ്പം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 മണിക്കൂർ 21 മിനിറ്റ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. എല്ലാവരും പുതുമുഖങ്ങളാണ്. അതായത് സിനിമയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരും 60ഓളം പുതുമുഖങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെതായ കുറെ പോരായ്മകളൊക്കെ സിനിമയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോ ക്വാളിറ്റി സിനിമയാണ്, ലോ ബഡ്ജറ്റ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും ഇതുപോലെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും